നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ആര് ഭരിച്ചാലും നല്ല റോഡോ പാലങ്ങളോ ഇല്ല. ഇന്നും 200 രൂപയ്ക്ക് താഴെ കൂലിക്ക് പണിയെടുക്കുന്നവരുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കച്ചവടം ചെയ്യുന്നവർക്ക് ഒരു ചായ കുടിക്കാനുള്ള വരുമാനം പോലും കിട്ടാത്ത ദിവസങ്ങളുണ്ട്. മന്ത്രിമാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ശമ്പളം കൂടുന്നു, പക്ഷേ പാവപ്പെട്ടവന്റെ കൂലി കൂടുന്നില്ല. വിലക്കയറ്റം വന്നാൽ അവർ പട്ടിണിയിലാകുന്നു. ഇതിനാണോ നമ്മൾ വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഒരു തിരുത്തുണ്ട്. വോട്ട് ചെയ്യുന്നത് റോഡിനും പാലത്തിനും വേണ്ടി മാത്രമല്ല, അത് ചോദ്യം ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടിയാണ്. ശമ്പളം കൂട്ടുന്നവരും വിലക്കയറ്റം നിയന്ത്രിക്കാത്തവരും ആ കസേരകളിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരുന്നോ ആയ വോട്ടുകൾ കൊണ്ടാണ്. കൂലിപ്പണിക്കാരന്റെയും വഴിയോര കച്ചവടക്കാരന്റെയും വേതന ഭരണാധികാരികൾ അറിയുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ പേടിയില്ല എന്നാണ്. വോട്ട് ചെയ്യാതിരുന്നാൽ ഈ അവസ്ഥ മാറുമോ? പകരം നിങ്ങളുടെ നിശബ്ദതയെ അവർ സമ്മതമായി എടുക്കും. വോട്ട് എന്നത് ഒരു കടമയല്ല, അതൊരു ആയുധമാണ്. കൃത്യമായ റോഡില്ലാത്തതിനും പാവപ്പെട്ടവന്റെ കൂലി കൂടാത്തതിനും മറുപടി ചോദിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന 5 വർഷത്തിലൊരിക്കലുള്ള ഒരേയൊരു അവസരം. നിങ്ങൾ വോട്ട് ഉപേക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പാവപ്പെട്ടവന്റെ ശബ്ദം നിയമസഭകളിൽ കേൾക്കാതാകും. കാരണം ശബ്ദമുയർത്താത്തവരെ ആർക്കും പേടിയില്ല. 200 രൂപയ്ക്ക് പണിയെടുക്കുന്നവന്റെ അവസ്ഥ മാറണമെങ്കിൽ അത് തീരുമാനിക്കുന്നവർക്ക് ആ പാവപ്പെട്ടവന്റെ വോട്ട് വേണമെന്ന അവസ്ഥ വരണം. അതുകൊണ്ട് മാറ്റമില്ലാത്തതിനാലല്ല വോട്ട് ചെയ്യേണ്ടത്, മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ തീരുമാനിക്കാൻ മറ്റാരെയോ നിങ്ങൾ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. കോടികൾ മുടക്കി പണിയുന്ന റോഡുകളും പാലങ്ങളും പണി തീരും മുൻപേ തകരുന്നു. ഇതിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ്. ഇതിൽ ഭിക്ഷക്കാരുടെ വരെ നികുതിയുണ്ട്. ഭിക്ഷച്ചട്ടിയിൽ കൈയിട്ട് വാരാനാണോ നമ്മൾ വോട്ട് ചെയ്യുന്നതും നികുതി അടയ്ക്കുന്നതും? അഴിമതി നടന്നിട്ടില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു ഭിക്ഷക്കാരൻ വാങ്ങുന്ന ഒരു മിഠായി പൊതിയിൽ പോലും ഈ രാജ്യത്തെ നിർമ്മിക്കാനുള്ള നികുതിയുണ്ട്. ആ നികുതിപ്പണം സിമന്റും മണലുമായി പാലങ്ങളാകുമ്പോൾ അത് തകർന്നു വീഴുന്നത് ആ ഭിക്ഷക്കാരന്റെ വയറ്റത്തടിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്? കാരണം നമ്മുടെ നിശബ്ദതയാണ് അഴിമതിക്കാരുടെ ഏറ്റവും വലിയ മൂലധനം. പാലം തകർന്നു വീഴുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടും. പക്ഷേ വോട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതെല്ലാം മറക്കും. ജാതിയും മതവും രാഷ്ട്രീയ വൈരാഗ്യവും നോക്കി വോട്ട് ചെയ്യുമ്പോൾ ഭരണാധികാരികൾക്ക് മനസ്സിലാകും, പാലം വീണാലും ഇവൻ എനിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന്. വോട്ട് ചെയ്യുന്നത് വെറുമൊരു നികുതിദായകൻ എന്ന നിലയിലല്ല, മറിച്ച് ഈ നാടിന്റെ ഓഡിറ്റർ എന്ന നിലയിലാവണം. അഴിമതിക്കാരെ പേടിപ്പിക്കാൻ ആകെ ഒരു വഴിയേയുള്ളൂ. അടുത്ത തവണ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഈ തകർന്ന പാലത്തിന്റെ കണക്ക് ചോദിക്കുമെന്ന ഉറപ്പ് അവർക്ക് നൽകുക. ഭിക്ഷച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവർക്ക് ആ ധൈര്യം കിട്ടുന്നത് നമ്മൾ കണ്ണടച്ചിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ വോട്ട് ചെയ്യാതിരുന്നാൽ ഈ അഴിമതി വർദ്ധിക്കുകയുള്ളൂ. കാരണം അപ്പോൾ അവർക്ക് നിങ്ങളെ പേടിക്കാനേയില്ല. നികുതി കൊടുക്കുന്നത് നിർബന്ധമാണ്, പക്ഷെ വോട്ട് ചെയ്യുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പ് ശരിയായാൽ മാത്രമേ നിങ്ങളുടെ നികുതിപ്പണം സുരക്ഷിതമാകൂ. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും 2 പാർട്ടിക്കാർ മാറി മാറി ഭരിക്കുന്നു. മൂന്നാമതൊരാൾ വരില്ലെന്നുറപ്പുള്ളതുകൊണ്ട് ഈ 5 വർഷത്തിനുള്ളിൽ എത്രത്തോളം അഴിമതി നടത്താമോ അത്രയും അവർ നടത്തുന്നു. പോലീസോ കോടതിയോ ഇവരെ ഒന്നും ചെയ്യില്ല. കാരണം പോലീസും കോടതിയും വരെ ഇവരുടെ കാൽച്ചുവട്ടിലാണ്. ഇതിനൊരു അന്ത്യമില്ലേ? ശരിയാണ്, ഇതൊരു മ്യൂസിക്കൽ ചെയർ കളി പോലെയാണ്. കളി തോറ്റാലും അടുത്ത തവണ തനിക്ക് തന്നെ കസേര കിട്ടുമെന്ന് ഉറപ്പുള്ള കളിക്കാരൻ നിയമങ്ങളെ പേടിക്കില്ല. നിയമം നടപ്പിലാക്കേണ്ടവർ ഭരണാധികാരികളുടെ നിഴലായി മാറുമ്പോൾ സാധാരണക്കാരന് കോടതിയും പോലീസ് സ്റ്റേഷനും വെറും കെട്ടിടങ്ങൾ മാത്രമായി തോന്നും. പക്ഷേ എന്തുകൊണ്ടാണ് മൂന്നാമതൊരാൾ വരാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മാറി മാറി ഭരിക്കൽ അഴിമതിക്കുള്ള ലൈസൻസായി മാറുന്നത്? കാരണം നമ്മൾ വോട്ടർമാർ അവർക്ക് നൽകുന്ന സേഫ് സോണാണ്. ഇവൻ മോശമായാൽ അടുത്തവൻ വരും എന്ന നമ്മുടെ ചിന്താഗതിയാണ് അഴിമതിക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം. പോലീസും കോടതിയും കാൽച്ചുവട്ടിലാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരൊറ്റ ശക്തിക്ക് മുന്നിൽ ഇവർക്ക് ഇപ്പോഴും മുട്ടുവിറയ്ക്കും. അത് ബോധമുള്ള വോട്ടറാണ്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഒരു പാർട്ടിയെ ജയിപ്പിക്കാൻ മാത്രമാകരുത്, മറിച്ച് തോൽപ്പിക്കേണ്ടവരെ കൃത്യമായി തോൽപ്പിക്കാൻ കൂടിയാകണം. നോട്ട എന്നൊരു ബട്ടൺ ഇലക്ഷൻ മെഷീനിലുള്ളത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിലവിലുള്ള ആരെയും ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറയാനുള്ള നിങ്ങളുടെ അവകാശമാണത്. വ്യവസ്ഥിതി ചീഞ്ഞുനാറുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അഴിമതിക്കാരെ സഹായിക്കുകയുള്ളൂ. അഴിമതി നടത്തുന്നവർക്ക് ശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് നൽകാതിരിക്കുക എന്നതാണ് ജനകീയ കോടതിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വിധി.
അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ രണ്ടു പേർക്കിടയിൽ മാത്രം കറങ്ങുമ്പോഴോ ആണ് അഴിമതി കൂടുന്നത്. ഈ ചക്രം തകർക്കാൻ കഴിയുന്നത് പോലീസിനോ കോടതിക്കോ അല്ല, അത് നിങ്ങളുടെ വിരൽത്തുമ്പിലെ ആ ചെറിയ ബട്ടണിന് മാത്രമാണ്. പാവപ്പെട്ടവർക്കോ സ്കൂൾ കുട്ടികൾക്കോ അല്ലേ നല്ല ഭക്ഷണം കൊടുക്കേണ്ടത്? ഇവിടെ ജയിൽ പുള്ളികൾക്കാണ് മുട്ടയും ഇറച്ചിയും അടക്കമുള്ള അടിപൊളി ഭക്ഷണം കൊടുക്കുന്നത്, അതും കൃത്യസമയത്ത്. ഇനി മീൻ കൂടി കൊടുക്കുമെന്ന് കേൾക്കുന്നു. പാവങ്ങൾ തുച്ഛമായ കൂലിക്ക് പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം ഇതുപോലെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനും കൈയിട്ട് വാരനുമുള്ള നികുതിയായി നൽകുമ്പോൾ അവരുടെ കഷ്ടപ്പാട് ആരും അറിയുന്നില്ലേ? നിങ്ങൾ ചോദിക്കുന്നത് ഈ വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. വിശക്കുന്ന വയറുമായി സ്കൂളിൽ പോകുന്ന കുട്ടിയേക്കാളും വെയിലത്ത് പണിയെടുത്ത് തളരുന്ന തൊഴിലാളിയേക്കാളും മുൻഗണന കുറ്റവാളികൾക്ക് ലഭിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഏതൊരു പൗരനും ലജ്ജ തോന്നും. നികുതിപ്പണം കൊണ്ട് ജയിലുകളിൽ വിരുന്നൊരുക്കുമ്പോൾ അതേ നികുതി നൽകുന്ന സാധാരണക്കാരൻ ഒരു നേരത്തെ കറിക്കായി കഷ്ടപ്പെടുന്നത് കാണാൻ ഭരണകൂടത്തിന് കണ്ണില്ലാതെ പോകുന്നു. ഇത് കേവലം ഭക്ഷണത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് മുൻഗണനകളുടെ പ്രയോറിറ്റീസ് പ്രശ്നമാണ്. ഒരു ജനക്ഷേമ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന്റെ വയറിനായിരിക്കണം ഒന്നാമത്തെ പരിഗണന നൽകേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം ഭരണകൂടം പലപ്പോഴും കണക്കുകളിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. അവർക്ക് പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് ഒരു ഡാറ്റ മാത്രമാണ്. എന്നാൽ ജയിലിലെ സൗകര്യങ്ങൾ അവർക്ക് മനുഷ്യാവകാശത്തിന്റെ അടയാളവുമാണ്. പക്ഷേ മാന്യമായി ജീവിക്കുന്നവന്റെ അവകാശങ്ങളെക്കുറിച്ച് അവർ മൗനം പാലിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ജനങ്ങളുടെ യഥാർത്ഥ ജീവിതവുമായി ഒരു ബന്ധവുമില്ല. നമ്മുടെ നികുതിപ്പണം എവിടെ, എങ്ങനെ ചിലവാക്കണം എന്ന് തീരുമാനിക്കുന്നവരെ നമ്മൾ ചോദ്യം ചെയ്യണം. അഴിമതിക്കും ധൂർത്തിനുമെതിരെ ശബ്ദമുയർത്താത്തിടത്തോളം കാലം കഷ്ടപ്പെടുന്നവന്റെ പണം ഇതുപോലെ പാഴായിക്കൊണ്ടേയിരിക്കും. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പണമില്ലാത്ത നാട് ജയിലിലെ മെനു പരിഷ്കരിക്കുന്നത് ആരെ സന്തോഷിപ്പിക്കാനാണ്? ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത തവണ അധികാരത്തിനായി നിങ്ങളുടെ മുന്നിൽ അവർ വരുമ്പോൾ പാവപ്പെട്ടവന്റെ വയറിനേക്കാൾ മുൻഗണന ജയിലിലെ ഭക്ഷണത്തിനാണോ എന്ന് നേരിട്ട് ചോദിക്കണം. 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും തുല്യമായ പെൻഷൻ നൽകുന്നതിന് പകരം ഇവിടെ ജോലിയുടെ അടിസ്ഥാനത്തിലാണല്ലോ പെൻഷൻ നൽകുന്നത്. അത് ലക്ഷങ്ങൾ വരെയാണ്. മന്ത്രിമാർക്കും അവരുടെ പീറമാർക്കും വരെ വലിയ തുക പെൻഷനായി നൽകുമ്പോൾ പാവപ്പെട്ടവന് കിട്ടുന്നത് വെറും 2000 രൂപയിൽ താഴെ. ഈ വിവേചനത്തിന് വേണ്ടിയാണോ നമ്മൾ വോട്ട് ചെയ്യുന്നത്? വാർദ്ധക്യം എല്ലാവർക്കും ഒരുപോലെയാണ്. വിശപ്പും രോഗങ്ങളും പാവപ്പെട്ടവനെന്നോ മന്ത്രിയെന്നോ നോക്കാറില്ല. എന്നിട്ടും ഈ വ്യവസ്ഥിതി മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവന്റെ പഴയ കസേര നോക്കിയാണ് എന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. 2-3 വർഷം മന്ത്രിയുടെ കൂടെ ജോലി ചെയ്തവർക്ക് കിട്ടുന്ന പെൻഷൻ 30-40 വർഷം വെയിലത്ത് പണിയെടുത്തവന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഖജനാവിലേക്ക് നികുതി പണം നൽകുന്ന പാവപ്പെട്ടവൻ മരുന്നിനായി കൈനീട്ടുമ്പോൾ ആ പണം കൊണ്ട് ചിലർ ആഡംബര ജീവിതം നയിക്കുന്നു. ഇതൊരു നീതികേടാണ്. പക്ഷേ ഈ നീതികേട് നിയമമായി മാറ്റിയതാരാണ്? നമ്മൾ തെരഞ്ഞെടുത്തയച്ചവർ തന്നെയാണ്. അവർ അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ വാർദ്ധക്യകാലത്തെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ല. കാരണം അവർക്കറിയാം, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടർമാർ ഇതൊന്നും ഓർക്കില്ല എന്ന്. ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ വോട്ടിന് എത്ര വിലയുണ്ടോ അത്രയും തന്നെ വില നിങ്ങളുടെ വാർദ്ധക്യത്തിനും ഉണ്ടാകണം. പെൻഷൻ എന്നത് ഒരു ഔദാര്യമല്ല, അത് പൗരന്റെ അവകാശമാണെന്ന് പറയുന്ന ഒരു കാലം വരണം. അധികാരത്തിലിരുന്നവർക്ക് ലക്ഷങ്ങൾ പെൻഷൻ നൽകുമ്പോൾ സാധാരണക്കാരന്റെ കഞ്ഞിയിൽ മണ്ണ് വീഴുന്ന ഈ രീതി മാറ്റാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരേയൊരു വഴി നിങ്ങളുടെ വോട്ടാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ. സർക്കാർ ആശുപത്രിയിലോ മറ്റേതെങ്കിലും ഓഫീസിലോ പോകുന്ന സാധാരണക്കാരന്റെ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പുലർച്ചെ മുതൽ ക്യൂ നിൽക്കുന്ന രോഗികൾ, ഒരു ഒപ്പിനായി മാസങ്ങളോളം ഓഫീസുകൾ കയറിയിറങ്ങുന്ന പാവങ്ങൾ, അവർക്ക് കിട്ടുന്ന പരിഗണന എന്താണ്? വേണ്ട, നിങ്ങളത് പറയേണ്ടതില്ല. ആ കാഴ്ചകൾ ഈ സിസ്റ്റത്തിന്റെ പരാജയമാണ്. നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങുന്നവർ അതേ നികുതി നൽകുന്ന പൗരനെ കാണുന്നത് ഒരു ശല്യമായിട്ടാണെങ്കിൽ അവിടെ ജനാധിപത്യം മരിച്ചിരിക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ലക്ഷങ്ങൾ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ എത്തുന്നവനെ ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന മൃഗത്തെ പോലെ ചിലർ കാണുന്നു. സ്വന്തം ഭൂമിയുടെ രേഖയ്ക്കായി ഓഫീസുകൾ തോറും അലയുന്നവന്റെ ചെരുപ്പ് തെയ്യുമ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ആ കസേരയും ആ മേശയും ആ കെട്ടിടവും പണിതത് ഈ പാവപ്പെട്ടവന്റെ പണം കൊണ്ടാണ്. ഒരു ജനപ്രതിനിധി ആശുപത്രിയിൽ വരുമ്പോൾ കിട്ടുന്ന ആ VIP പരിഗണനയുടെ 10-1 പോലും സാധാരണക്കാരന് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ സേവനത്തെ ഔദാര്യമായി കാണാൻ ശീലിച്ചുപോയി. ചോദിക്കേണ്ടത് നമ്മുടെ അവകാശമാണെന്ന് നാം മറന്നു. വോട്ട് ചോദിച്ചു വരുമ്പോൾ അവർ കൈകൂപ്പും. പക്ഷേ വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ അതേ കൈകൊണ്ട് അവർ നിങ്ങളെ തള്ളിമാറ്റും. സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല,
മറിച്ച് ഭരണാധികാരികളുടെ ആഡംബരത്തിന് വേണ്ടിയാണെന്ന ധാരണ തിരുത്തപ്പെടണം. ഈ സിസ്റ്റം മാറണമെങ്കിൽ വോട്ടിംഗ് മെഷീന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ വരാന്തകളിലെ കാത്തുനിൽപ്പും നേരിട്ട അപമാനങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ വരണം. അന്ന് നിങ്ങൾ ചെയ്യുന്ന ആ ഒരൊറ്റ അമർത്തൽ ഈ സിസ്റ്റത്തെ ഒന്നാകെ പിടിച്ചുലയ്ക്കാൻ പോകുന്നതായിരിക്കണം. പെട്രോൾ ഗ്യാസ് വിലക്കയറ്റത്തിന് ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ മാസശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കോ മന്ത്രിമാർക്കോ കൂലിപ്പണിക്കാരന്റെ കഷ്ടപ്പാട് അറിയില്ല. ആശുപത്രിയിലെ കിടപ്പുരോഗിക്ക് ഭക്ഷണം എത്തിക്കാനോ കൂട്ടിരിക്കുന്നയാൾക്ക് ഒരു ചായ കുടിക്കാനോ പോലും ഹർത്താൽ ദിവസം കഷ്ടപ്പെടണം. ആരെ സഹായിക്കാനാണ് ഈ സമരങ്ങൾ? അതൊരു സമരമല്ല, അത് സാധാരണക്കാരന്റെ മേൽ നടത്തുന്ന അധികാര പ്രകടനമാണ്. വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതേ ജനങ്ങളെ പട്ടിണിക്കിട്ടും വഴിയിലിറക്കിയും നടത്തുന്ന ഈ നാടകം ആരെ ബോധിപ്പിക്കാനാണ്? എതിർക്കും. ഹർത്താൽ എന്നാൽ ശമ്പളത്തോടു കൂടിയ ഒരു അവധി ദിവസം മാത്രമാണ്. എന്നാൽ അന്ന് പണിക്ക് പോകാത്ത കൂലിപ്പണിക്കാരന്റെ അടുപ്പിൽ തീ പുകയില്ല. ആശുപത്രിയിൽ മരുന്നിനും ഭക്ഷണത്തിനുമായി നെട്ടോട്ടമോടുന്നവന്റെ കണ്ണീര് കാണാൻ ഒരു രാഷ്ട്രീയക്കാരനും അവിടെ ഉണ്ടാകില്ല. ഒരു ചായ കുടിക്കാൻ പോലും ഗതിയില്ലാതെ വഴിയരികിൽ നിൽക്കുന്നവന്റെ ശാപത്തിനു മുന്നിൽ ഏത് സമരമാണ് വിജയിച്ചിട്ടുള്ളത്? ജനങ്ങളെ തടഞ്ഞുവെച്ചും പൊതുമുതൽ നശിപ്പിച്ചും നടത്തുന്ന ഇത്തരം രീതികൾ യഥാർത്ഥത്തിൽ പരിഹാരമല്ല, മറിച്ച് പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വോട്ടുകൾ വാങ്ങി അധികാരത്തിലെത്തിയവർ നിങ്ങളെ തന്നെ വഴിയിലാക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ അവർ ഒരു രാഷ്ട്രീയ ആയുധം മാത്രമായാണ് കാണുന്നത്. വിലക്കയറ്റത്തിന് മറുപടി നൽകേണ്ടത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല, മറിച്ച് നിയമസഭകളിലും പാർലമെന്റുകളിലുമാണ്. അവിടെ നിശബ്ദരായി ഇരിക്കുകയും തെരുവിൽ സാധാരണക്കാരന്റെ വഴി തടയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനെ നാം തിരിച്ചറിയണം. റോഡിലെ കുഴിയിൽ വീണ് ഒരു യാത്രക്കാരൻ മരിച്ചാൽ ഉടനെ വരുന്നത് പ്രതിഷേധമാണ്. പക്ഷേ ആ പ്രതിഷേധം ആർക്കെതിരെയാണ്? ആ റോഡിലൂടെ പോകുന്ന ബസ്സുകളും മറ്റു വാഹനങ്ങളും തടഞ്ഞ് പാവപ്പെട്ട യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. ഈ റോഡ് ഗുണനിലവാരമില്ലാതെ പണിതത് പൊതുജനമാണോ? സത്യത്തിൽ തടയേണ്ടത് ആ വാർഡ് മെമ്പറെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും മന്ത്രിയെയുമല്ലേ? എന്തിനാണ് ജനങ്ങളെ വീണ്ടും ശിക്ഷിക്കുന്നത്? തികച്ചും ശരിയാണ്. ഇതൊരു വിരോധാഭാസമാണ്. ഒരു ജീവൻ പൊലിഞ്ഞത് അഴിമതിയും അനാസ്ഥയും കാരണമാണ്. പക്ഷേ ആ അനാസ്ഥയ്ക്ക് കൂട്ടുനിന്നവർ സുരക്ഷിതരായി എയർ കണ്ടീഷൻ മുറികളിൽ ഇരിക്കുമ്പോൾ ആ റോഡിലൂടെ ജോലിക്ക് പോകുന്നവനും ആശുപത്രിയിൽ പോകുന്നവനും വഴിയിൽ കിടക്കേണ്ടി വരുന്നു. വാഹനങ്ങൾ തടയുന്നതുകൊണ്ട് ആ കുഴി അടയുമോ? മരിച്ച ആൾക്ക് നീതി കിട്ടുമോ? അവിടെ പണിയെടുക്കാത്ത കോൺട്രാക്ടറെയും കമ്മീഷൻ വാങ്ങി കണ്ണടച്ച ഉദ്യോഗസ്ഥനെയും ഇതിനൊന്നും മറുപടി പറയാത്ത ജനപ്രതിനിധിയെയും അവരുടെ ഓഫീസുകളിൽ ചെന്ന് ചോദ്യം ചെയ്യാനാണ് നമുക്ക് ധൈര്യമില്ലാത്തത്. റോഡ് തടയുന്നത് എളുപ്പമാണ്, പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവന്റെ കണ്ണു തുറപ്പിക്കുന്നത് പ്രയാസമാണ്. അധികാരികളെ ബുദ്ധിമുട്ടിക്കാതെ പാവപ്പെട്ടവന്റെ വഴി തടയുന്ന സമരം വെറും ഷോ മാത്രമാണ്. ഒരു കുഴിയിൽ വീണ് ഒരാൾ മരിച്ചാൽ ആ നാട്ടിലെ ജനപ്രതിനിധി അവിടെ മറുപടി പറയാൻ വരണം. അതുവരെ അവരുടെ വാഹനം തടയാനുള്ള ആർജവമാണ് ജനങ്ങൾ കാണിക്കേണ്ടത്. നമ്മുടെ പ്രതിഷേധങ്ങൾ വഴിമാറുകയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കുകയും ഇരകളെ വീണ്ടും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഈ രീതി മാറണം. അടുത്ത തവണ റോഡിലെ കുഴിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ആരുടെ വീഴ്ചയാണോ അയാളുടെ പേര് വിളിച്ച് ചോദിക്കാൻ നമ്മൾ പഠിക്കണം. വോട്ട് എന്നത് ഒരു സമ്മതപത്രമല്ല, അതൊരു വിചാരണയാണ്. അടുത്ത തവണ നിങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. അന്ന് നിങ്ങൾ ചെയ്യുന്ന ആ ഒരൊറ്റ അമർത്തൽ ഈ സിസ്റ്റത്തെ ഒന്നാകെ പിടിച്ചുലയ്ക്കാൻ പോകുന്നതായിരിക്കണം.